ഈ പഹൽഗാം ഭീകരാക്രമണം നമുക്കെല്ലാവർക്കും അറിയുന്നതാണ്. അന്ന് തന്നെ അതിനെ സംബന്ധിച്ച് ചില സൂചനകൾ പുറത്തു വന്നിരുന്നു. അതിന് ചൈനയുടെ ഒരു പിന്തുണയും സഹായവുമൊക്കെ ഉണ്ടായിരുന്നു എന്നാണ് അന്ന് സ്ഥിരീകരിക്കാത്ത ചില വിവരങ്ങൾ. പക്ഷേ ഇപ്പോൾ അതിന് കുറെ കൂടെ അത് ഉറപ്പിക്കുന്ന അല്ലെങ്കിൽ അത് സ്ഥിരീകരിക്കുന്ന ചില തെളിവുകൾ പുറത്തു വന്നതായി പറയുന്നു. നമ്മുടെ രഹസ്യാന്വേഷണ വിഭാഗം അത് സംബന്ധിച്ച് ചില വിവരങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട്. എന്താണ് സാർ ഈ പഹൽഗാം ഭീകരാക്രമണവും ചൈനയുമായിട്ട് എന്താണ് ബന്ധം? ഇപ്പോൾ ഈ ഓപ്പറേഷൻ മഹാദേവ് എന്ന് പറയുന്നത് നടന്നിട്ടുള്ളതിൻ്റെ അടിസ്ഥാനം ചൈനയുടെ ഉപഗ്രഹ സിഗ്നലുകൾ നേരത്തെ ഭീകരാക്രമണം നടന്ന പഹൽഗാം ഏരിയയിൽ ലഭ്യമാണ് എന്നുള്ളതാണ്. ആ സിഗ്നലുകൾ വളരെ സ്ട്രോങ് സാറ്റലൈറ്റ് ഫോണിൻ്റെ ഉപഗ്രഹം, അതാണ് ഞാൻ പറഞ്ഞ ഉപഗ്രഹം വഴിയുള്ള സിഗ്നലുകൾ അവിടെ ലഭിക്കുന്നുണ്ട്. ചൈന ഉപഗ്രഹം, അതുപോലെ സൈബർ സ്പേസ്, ഡിജിറ്റൽ വേൾഡ്, ഇവയിലൊക്കെ വലിയ ആധിപത്യവും ഇന്ത്യക്കെതിരായിട്ടുള്ള വലിയ ക്യാമ്പയിൻ, ഇന്ത്യക്കെതിരായിട്ട് മാത്രമല്ല അവരുടെ രാജ്യത്തിൻ്റെ പ്രതിരോധം, സുരക്ഷ, സാമ്പത്തികം, ഈ മേഖലകളിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയൊക്കെ വലിയ തോതിൽ അവരുടെ സോഫ്റ്റ്വെയർ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. സോഫ്റ്റ്വെയർ വാർ അവർ നടത്തുന്നുണ്ട്, അമേരിക്കയ്ക്കെതിരായിട്ടും എല്ലാം നടത്തുന്നുണ്ട്. അക്കാര്യത്തിൽ അവർ വളരെ മുന്നോട്ട് പോയിട്ടുണ്ട്. തന്ത്രപ്രധാന യുദ്ധമേഖല, സൈബർ അറ്റാക്കിൽ ചൈനയ്ക്ക് വലിയ മേൽക്കൈയുണ്ട്. തന്ത്രപ്രധാന യുദ്ധമേഖലയിൽ ഇന്ത്യ അവരെയും വെന്നുന്ന രീതിയിൽ മുന്നോട്ട് ചലിച്ചിട്ടുണ്ടെങ്കിലും, കാരണം കുറേ നാളത്തെ ഒരു ലാഗ് വന്നിട്ടുണ്ട്. കോൺഗ്രസ് ഭരണകാലത്തെ ഒരു ലാഗുണ്ട്. ആ ലാഗിനെ മറികടന്ന് വേണം നമുക്കിനി മുന്നോട്ട് പോകാൻ. ഒരു പിന്നോക്കാവസ്ഥ ഉണ്ടാക്കിയിട്ടുണ്ട്. പ്രത്യേകം അറിയാമല്ലോ, കെ ആന്റണിയുടെ കാലത്ത് ഇവിടെയെല്ലാം റോഡ് വേണമെന്ന് പറഞ്ഞപ്പോൾ അത് റോഡൊന്നും അതിൻ്റെ അവരുമായിട്ട് അത് ഐക്യത്തിൽ അങ്ങ് പോയാൽ മതി, എന്തിനാ പിന്നെ റോഡ് യുദ്ധം എന്തിനാ എന്നുള്ളൊരു സന്യാസതുല്യമായിട്ടുള്ള ഒരു നിലപാടാണ് അദ്ദേഹം എടുത്തത്. അപ്പോൾ അന്ന് വന്ന ഒരു സ്റ്റാഗ്നേഷൻ, സ്ട്രാറ്റജിക്കായിട്ടുള്ള ഒരു സ്റ്റാഗ്നേഷനെ മറികടന്ന് വേണം നമുക്കിപ്പോൾ പോകാൻ. ബഹുദൂരം മുന്നോട്ട് പോയിട്ടുണ്ട്. ഇപ്പോൾ ആ റോഡുകളുടെ ഉപയുക്തത കൊണ്ടാണ് നമുക്ക് ഓപ്പറേഷൻ സിന്ദൂർ 22 മിനിറ്റ് കൊണ്ട് അവസാനിപ്പിക്കുകയും വമ്പിച്ച നാശനഷ്ടം അവിടെ ഏൽപ്പിക്കാനും കഴിഞ്ഞിട്ടുള്ളത്. ഇത് വെറും വീരവാദങ്ങൾ പറയുന്നതല്ല, നമ്മുടെ സൈനിക മേധാവികൾ പറഞ്ഞിട്ടുണ്ട്, പ്രതിരോധ മന്ത്രി കഴിഞ്ഞ ദിവസം പാർലമെൻറ്റിലും പറഞ്ഞിട്ടുണ്ട്. ഇനി ഇതിനപ്പുറത്തൊരു സത്യം നമ്മൾ അന്വേഷിക്കുക എന്ന് പറഞ്ഞാൽ അത് അസൂയ. ആക്രമണത്തിന്റെ ഉപഗ്രഹ ചിത്രങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. സ്ഫോടനങ്ങളുടെയും നാശനഷ്ടങ്ങളുടെയും. ഇത് ചോദിക്കാതിരിക്കാൻ വേണ്ടിയാണ് ചിത്രങ്ങളോട് കൂടി ജനങ്ങൾക്ക് നൽകിയത്. എന്നിട്ടും പിന്നെ ഈ സംശയവാദികളെന്ന് പറയുന്ന, പ്രജ്ഞാവാദികളെന്ന് പറയുന്ന പോലെ തന്നെ അവർ ചോദ്യങ്ങൾ ഇങ്ങനെ ചോദിച്ചുകൊണ്ട് നമ്മുടെ രാജ്യത്തിൻ്റെ ദേശീയത, വീര്യം ഇവയൊക്കെ ചോർത്തിക്കളയാൻ വേണ്ടിയിട്ടുള്ള ശ്രമം. നിങ്ങളൊരു യുദ്ധത്തിൽ വിജയിക്കണമെങ്കിൽ നിങ്ങൾക്ക് ശക്തമായ ഒരു ദേശീയ ബോധം ഉണ്ടാവണം. അങ്ങനെയാണ് ദേശസ്നേഹം വേണം. അങ്ങനെയാണ് രണ്ടാം ലോക മഹായുദ്ധകാലത്ത് റഷ്യൻ പടയ്ക്ക്, ചെമ്പടയ്ക്ക് ഹിറ്റ്ലറെ തോൽപ്പിക്കാൻ കഴിഞ്ഞത്. അതോടുകൂടി തീർന്നതാണ് രണ്ടാം ലോക മഹായുദ്ധം. പിന്നെ റഷ്യ അല്ല ജയിച്ചത്, അമേരിക്കയാണെന്ന് ജയിച്ചത് എന്ന് കാണിക്കാൻ വേണ്ടി അമേരിക്കയുടെ ദേശീയ ബോധം ഉണർന്നതുകൊണ്ടാണ് അനാവശ്യമായിട്ട് അവർ പോയിട്ട് ജപ്പാനിൽ നാഗസാക്കിയും ഹിരോഷിമയും ബോംബുകൾ കൊണ്ട് ഭസ്മീകരിച്ച് ഏതാണ്ട് 1.5 ലക്ഷം പേരെ അവിടെ ശവദാഹം നടത്തിയത്. ശവദാഹമാണ്, കത്തിച്ചു കൊല്ലുകയാണ് ചെയ്തത് ഉന്നതമായിട്ട്. സർ, നമ്മൾ ഇതിലേക്ക് വന്നാൽ ഈ നമ്മുടെ പഹൽഗാമും ചൈനയുമായിട്ട് അങ്ങ് പറഞ്ഞ ഒരു സാറ്റലൈറ്റ് ബന്ധം വരുന്നുണ്ട്. അത് എങ്ങനെയാണ് ആ സാറ്റലൈറ്റ് ബന്ധം വന്നിരിക്കുന്നത്? ഇപ്പോൾ അതിന് എന്ത് തെളിവാണ്? ബഹിരാകാശ മേഖലയിൽ ചൈന വളരെ മുന്നോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള സിഗ്നലുകൾ ലഭിക്കുന്ന ധാരാളം ഉപഗ്രഹങ്ങൾ ഇന്ത്യക്ക് ചുറ്റും കിടന്ന് കറങ്ങുന്നുണ്ട്. എല്ലാ രാജ്യങ്ങൾക്കും ഉണ്ട്. ഈ ചാര ഉപഗ്രഹങ്ങളും എല്ലാം ഉണ്ട്, നോക്കിക്കൊണ്ടിരിക്കുക. കിട്ടാവുന്ന വിവരങ്ങൾ ശേഖരിച്ച് അവർ ആ രാജ്യത്തിൻ്റെ പ്രതിരോധ സംവിധാനങ്ങൾക്ക് കൊടുത്തുകൊണ്ടിരിക്കുക. ഇന്ത്യക്കും ഉണ്ട്. പക്ഷേ ഇങ്ങനെ ചുറ്റിക്കറങ്ങുമ്പോൾ അതിൻ്റെ സിഗ്നല് മറ്റു രാജ്യങ്ങളിലേക്ക് കടക്കാൻ വലിയ സംവിധാനം ഇന്ത്യക്കില്ല. പാകിസ്ഥാൻ്റെ പ്രദേശത്ത് നമുക്ക് ട്രാൻസ്മിറ്ററുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ആ ട്രാൻസ്മിറ്ററിൻ്റെ റേഡിയോ വേവ്സ് അവിടെ പോകുന്നുണ്ട്. പക്ഷേ ഉപഗ്രഹം വഴിയുള്ള സാറ്റലൈറ്റ് വഴിയുള്ള ഒരു സിഗ്നൽ അവിടെ എത്തിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കിപ്പോഴും സംശയമുണ്ട്. ഇത് പറയേണ്ടത് ഉന്നത സൈനിക മേധാവികളാണ്. ചൈനയിലേക്ക് നമുക്ക് ആ വഴിക്ക് കടന്നെത്താൻ കഴിഞ്ഞിട്ടില്ല. കാരണം എല്ലാ രാഷ്ട്രങ്ങളുമായിട്ട് സൗഹൃദത്തിൽ പോവുക എന്നുള്ളതാണ് നമ്മുടെ നയം എന്ന് പറയുന്നത്. യുദ്ധത്തിന് ആരോടും പോകാതിരിക്കുക. പക്ഷെ ചൈന അങ്ങനെയല്ല. ചൈന എന്ന് പറയുന്ന ഒരു എക്സ്പാൻഷനിസ്റ്റ് സ്റ്റേറ്റാണ്. എന്ന് പറഞ്ഞാൽ അന്യ രാജ്യങ്ങളെയും കൂടി കീഴടക്കാൻ കൊണ്ട് മുന്നോട്ട് പോകണം. നമ്മുടെ ഈ അതിർത്തി മാന്തുക, അതെ, അതിരു മാന്തുക എന്ന് പറയുന്നത് പോലെ തന്നെ.
അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉള്ള കാരണം എന്താണ്? പ്രത്യേക കാരണങ്ങളുണ്ട്. ഡെമോഗ്രാഫിക് പ്രഷറാണ്. ഏറ്റവും ലോകത്ത് ജനസംഖ്യ കൂടുതലുള്ള വിഭാഗം എന്ന് പറഞ്ഞാൽ ചൈനക്കാരായിരുന്നു. അതല്ലാതെ തന്നെ ചൈനയിലെ ജനസംഖ്യ ഇപ്പോൾ 140 കോടിയാണെങ്കിലും അതുകൂടാതെ ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് ചെന്നാലും ചൈനക്കാരുടെ ഒരു അതിപ്രസരമുണ്ട്. അമേരിക്കയിലുണ്ട്, പാകിസ്ഥാനിലുണ്ട്, ഇപ്പോൾ ഇന്ത്യയിൽ വിസ അനുവദിച്ച് ഇന്ത്യയിലേക്കും വരാം. അപ്പോൾ ഈ ജനസംഖ്യയിൽ മുന്നിട്ട് നിൽക്കുന്നത് ചൈന തന്നെയാണ്, ഒരു സംശയമില്ല. ചൈനയിലെ ജനസംഖ്യ 140 കോടി, അതിനെയാണ് നമ്മൾ മറികടന്നിരിക്കുന്നത്. അപ്പം ഇനിയും നമ്മൾ വേണ്ട മറ്റ് എക്സ്പാൻഷനിസ്റ്റ് പോളിസി ഒന്നും വേണ്ട, നെയ്ബർഹുഡ് ഫസ്റ്റ് പോളിസി തന്നെ നിന്നാലും അവിടുത്തെ കാര്യങ്ങൾ ചോർത്തിയെടുക്കാനുള്ള ഉപഗ്രഹ സിഗ്നലുകൾ അങ്ങോട്ടും വീണം. ഇതിപ്പോൾ ചൈനയെ നമുക്ക് നേരിട്ട് കുറ്റപ്പെടുത്താൻ പറ്റില്ല. ഇപ്പോൾ എന്താണ് ഈ ഉപഗ്രഹ സിഗ്നലുകൾ പാകിസ്ഥാനായിട്ടുള്ള ഭീകരവാദികൾക്ക് കിട്ടിയത്? ചൈനയുടെ ഉപഗ്രഹത്തിൽ നിന്ന് അയക്കുന്ന സിഗ്നലുകൾ അത്ര ശക്തമായതുകൊണ്ടാണ് അതുപയോഗിച്ചുള്ള സാറ്റലൈറ്റ് ഫോണുകൾ അവർക്ക് ഉപയോഗിക്കാൻ കഴിഞ്ഞത്. ഈ പഹൽഗാം ആക്രമണത്തിൽ പങ്കെടുത്തവർ ഈ ചൈനീസ് നിർമ്മിത സാറ്റലൈറ്റ് ഫോണുകൾ ഉപയോഗിക്കുകയും ചൈനയുടെ ഉപഗ്രഹ സേവനം അതുവഴി ലഭ്യമാക്കുകയും ചെയ്തിരിക്കുന്നു. അതെന്തിനാ ഗുണമെന്തെന്ന് പറഞ്ഞാൽ അവരുടെ മേൽക്കൈ എന്തെന്ന് പറഞ്ഞാൽ ഇന്ത്യക്ക് അത് ഇന്റർസെപ്റ്റ് ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ്. ഇന്റർസെപ്റ്റ് ചെയ്തിരുന്ന നമ്മുടെ ഇന്റലിജൻസിന് മുൻകൂട്ടി വിവരം കിട്ടിയേനെ. അങ്ങനെ ചെയ്യാൻ പറ്റില്ല. അവിടെയാണ് നമുക്ക് പരാജയപ്പെട്ടു പോയത്. ഇന്റലിജൻസ് പരാജയം എന്ന് പറയാൻ പറ്റില്ല. നമ്മുടെ ടെക്നോളജി ആ വിധത്തിൽ വികസിപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ്. സാറ്റലൈറ്റ് ടെക്നോളജി ആ വിധത്തിൽ വികസിച്ചിട്ടില്ല. അതും പിടിച്ചെടുക്കാനുള്ള സാങ്കേതിക വിദ്യകൾ ഉണ്ടാവണം. പിന്നെ ഇവിടെ ഇൻ്റലിജൻസ് ഫെയിലുവർ ഉണ്ടായിട്ടില്ലതിനോടനുബന്ധിച്ച് ഒരു കാര്യം കൂടി ഞാൻ പറയാം. ഇവിടെ ടൂറിസം തുടങ്ങേണ്ട സമയത്തിന് 1 മാസം മുമ്പാണ് ജമ്മു കാശ്മീർ സംസ്ഥാന ഗവൺമെൻറ് കേന്ദ്ര സർക്കാരിനോട് പറയാതെ നമ്മുടെ ഉല്ലാസയാത്രികർക്ക് അവിടെ പോകാൻ തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതാണ്. കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് സൈന്യത്തിനോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഉത്തരവാദപ്പെട്ട അധികാരികളോ അറിയാതെ സംസ്ഥാന സർക്കാർ അവിടെ തുറന്നു കൊടുത്തു. ഇന്റലിജൻസ് ഫെയിലുവർ അല്ല, അവിടെ ഒരു ജമ്മു കാശ്മീർ ആഭ്യന്തര വകുപ്പിന്റെ പരാജയമാണ്. അത് ഒമർ അബ്ദുള്ള സത്യസന്ധമായിട്ട് സമ്മതിക്കുകയും ചെയ്തു. നിയമസഭയിൽ പറഞ്ഞു, ഞാനാണ് ഈ അതിഥികളെ കൊലയ്ക്ക് കൊടുത്തത്, ഞാനാണ് എന്ന് അദ്ദേഹം തുറന്നു സമ്മതിച്ച സത്യസന്ധത. അദ്ദേഹം നിരപരാധി ആയതുകൊണ്ടാണ്, അദ്ദേഹം സംസ്ഥാനത്തിന് വരുമാനം ഉണ്ടാകട്ടെ എന്ന് വിചാരിച്ച് ചെയ്തതാണ്. നിരപരാധി ആയതുകൊണ്ടും സത്യസന്ധനുമായതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയെ പോലെ സംസ്ഥാനം കള്ളം പറഞ്ഞു. കാശ്മീരിയത്ത് എന്ന് പറയുന്ന ഗുണമാണ്, അത് നമ്മൾ അത് പരമാവധി പ്രോത്സാഹിപ്പിക്കണം. പിന്നെ പ്രശാന്തെ മറ്റൊരു പ്രധാന കാര്യമുണ്ടെന്ന്, ഇവിടെ ഈ ഓപ്പറേഷൻ മഹാദേവിലെ അവിടെ ഭീകരന്മാർ ഒളിച്ചിരിപ്പുണ്ടോ എന്നുള്ള വിവരം എങ്ങനെയാണ് കിട്ടിയെന്നറിയാമോ? ഈ സാറ്റലൈറ്റ് വഴിയല്ല കിട്ടിയത്, ഉപഗ്രഹമല്ല, ഇൻ്റലിജൻസ് വഴിയല്ല കിട്ടിയത്. എങ്ങനെയാണ് കിട്ടിയെന്നറിയാമോ? അവിടുത്തെ നാടോടികൾ എന്ന് പറഞ്ഞാൽ തദ്ദേശവാസികളായിട്ടുള്ള ഗോത്ര വിഭാഗക്കാർ, ഗിരിജനങ്ങളാണ് പോലീസിന് നൽകിയത്. അതുവഴിയാണ് ഈ ഓപ്പറേഷൻ. അവർ കണ്ടോ അതിനെക്കുറിച്ച് നമ്മൾ ആദ്യം കേട്ടത് ഏതാണ്ട് ജൂലൈ മാസം ആദ്യം തന്നെ ഈ പ്രദേശത്ത് നിന്ന് ഈ പറയുന്നത് പോലെ ചൈനീസ് സാറ്റലൈറ്റ് ഫോണിന്റെ സിഗ്നലുകൾ വരുന്നതാണ് സൂചന കിട്ടി. അപ്പോൾ ഇതിനെക്കുറിച്ച് അന്വേഷിക്കാൻ സൈന്യം ആരംഭിച്ചു. അങ്ങനെയാണ് ഇതിലേക്ക് ചെന്നപ്പോൾ അവര് നാട്ടുകാർ തന്നെ, നാടോടികൾ തന്നെ ഇവിടെ കുറെ പേർ ഒളിച്ചിരിപ്പുണ്ട് എന്നുള്ള വിവരം കിട്ടി. അവർ ചെന്നതുകൊണ്ടാണ് പട്ടാളക്കാരെ അവരെ വിശ്വാസമായി എന്നുള്ളതാണ്. ഇതിനു മുമ്പ് അങ്ങനെയില്ല, നമ്മുടെ ശത്രുക്കളായിട്ടാണ് കണക്കാക്കുന്നത്. ഇപ്പോൾ അവർ പാകിസ്ഥാനെ ശത്രുവായിട്ട് കാണാൻ തുടങ്ങിയത് കൊണ്ടാണ് ഭീകരന്മാർ ഒളിച്ചിരിക്കുന്ന വിവരം കൊടുത്തത്. പ്രശാന്ത് ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മളൊക്കെ വിവരം കൊടുക്കുന്ന പോലെ അല്ല. അവിടെ ആരെങ്കിലും വിവരം കൊടുത്തെന്നറിഞ്ഞാൽ ആ നിമിഷം ഈ ഭീകരവാദികൾ മനസ്സിലാക്കും, വിവരം കൊടുക്കുന്നവനുണ്ട്. രാഹുൽ ഗാന്ധിയെ പോലുള്ള ആൾക്കാർ അവിടെ ഉണ്ട് വിവരം ചോർത്തി കൊടുക്കാൻ വേണ്ടിയിട്ട്. അവർ ചോർത്തി കൊടുക്കും, ആ നിമിഷം തന്നെ അവനെ തോക്കിൻ്റെ ഒരു ഉണ്ട കളയത്തില്ല, അവരെ കരുത്ത് വെട്ടി അങ്ങ് മുറിക്കുക. അപ്പോൾ പിന്നെ ആ കത്തി പലരെയും കൊല്ലാൻ ഉപയോഗിക്കാമല്ലോ. തോക്കിൻ്റെ ആണെങ്കിൽ ഒരുണ്ട പോയി കഴിഞ്ഞാൽ പിന്നെ അത്രയും വധങ്ങൾ അതിൽ നിന്ന് കുറയും. ഈ കത്തിയാകുമ്പോൾ എളുപ്പമുണ്ട്, വെട്ടിയും കളഞ്ഞാൽ മതി, കഴുകിയിട്ട് പിന്നെ അടുത്ത കൊലപാതകം നടത്താം. കന്നുകാലികളെ, അറവുമാടുകളെ കൊല്ലുന്ന പോലെ. അത്ര ദുഷ്ടന്മാരും വൃത്തികെട്ടവന്മാരുമാണ് ഈ ഭീകരവാദികൾ. അവരെയാണ് ഞാൻ കണ്ടപ്പോൾ അവരുടെ കണ്ണിലെ കണ്ണുനീര് ഞാൻ കണ്ടു എന്ന് ഒരു മഹാൻ പോയി പറഞ്ഞത്, ഭാരത് ജോഡോ എത്ര നടത്തിക്കൊണ്ട്. എന്ത് കഷ്ടമെന്നല്ല എന്ത് പറയാൻ. അപ്പോൾ ആ വിവരങ്ങളൊക്കെ നാട്ടുകാരും കൂടി ഇപ്പോൾ വലിയൊരു ഇൻ്റലിജൻസ് ശേഖരമായിട്ട് മാറുന്നുണ്ട്. ഇതിനുമപ്പുറം നമ്മുടെ ഉപഗ്രഹങ്ങൾ അതിർത്തിയിൽ നടക്കുന്നത് പിടിച്ചെടുക്കാനുള്ള ക്ഷമത കൈവരിക്കാതെ നമുക്ക് ഈ റേഡിയോ വേവ്സ് കൊണ്ടുള്ള ഗുണം വിജയം നമുക്കുണ്ടാകും. റേഡിയോ വേവ്സ് കൊണ്ടുള്ള ഗുണം എന്താണെന്നറിയാമോ? റേഡിയോ വേവ്സ് നമ്മുടെ പരിപാടികളും നമ്മുടെ ഗവൺമെൻറ് പറയുന്നതും അങ്ങോട്ട് എത്തിക്കും. അതുകൊണ്ട് കാര്യമില്ല. അന്നിപ്പോൾ നമുക്ക് നെറ്റിൽ കൂടി എല്ലാം ലഭ്യമാകുന്ന കാലമാണ്. അതുകൊണ്ട് പ്രയോജനമില്ല. നമുക്ക്
നമ്മുടേതായിട്ടുള്ള ഒരു ഫോൺ സംവിധാനം, അതിൻ്റെ അത് ഏറ്റവും സൂക്ഷ്മമായ നിരീക്ഷണം ഉപഗ്രഹങ്ങൾ വഴി നമ്മുടെ നടത്തിയാൽ, നമ്മുടെ വീഡിയോ ഉപഗ്രഹങ്ങൾ, ദൃശ്യങ്ങൾ തന്നെ ശേഖരിച്ച് നടത്തിയാൽ മാത്രമേ ISRO വിട്ട ഉപഗ്രഹങ്ങൾ വഴിയുള്ള സിഗ്നൽ അവിടെ നിന്ന് പിടിച്ചെടുക്കാം. അതിൻ്റെ മെച്ചം എന്താ വെച്ചാൽ അതിർത്തിയിൽ എന്ത് മൂവ്മെൻറ്റ് നടക്കുന്നുണ്ടോ അത് നമുക്ക് നേരിട്ട് നമ്മുടെ ഫോണിൽ കിട്ടുകയാണ്. ആ മൂവ്മെൻറ്റ് കിട്ടും. അല്ല നമ്മൾ റഡാറിനെ ആശ്രയിച്ചാലും ഒന്നും അത്രയും വിജയകരമാവില്ല. ചൈനയ്ക്ക് എന്തു സ്വാധീനം ഇവിടെ ഉണ്ടോ ആ സ്വാധീനം നമ്മൾ ചൈനയുടെ അതിർത്തിയിലും, പഹൽഗാം നമ്മുടെ പ്രദേശമാണല്ലോ, അവിടത്തേക്ക് അവർ സിഗ്നൽ അയക്കുന്നുണ്ടെങ്കിൽ ചൈന, പാകിസ്ഥാൻ അതിർത്തികളിലേക്ക് നമ്മൾ, അല്ല വേറൊന്നും വേണ്ട, ഇതുകൊണ്ട് ഒരു കുഴപ്പവും ഉണ്ടാവില്ല. അവിടെ ഒരു തരത്തിലുള്ള നയതന്ത്ര ബന്ധങ്ങൾ ഉലയുന്ന കാര്യങ്ങളും ഉണ്ടാവുന്നില്ല എന്ന് മാത്രമല്ല പ്രശാന്തെ, കഴിഞ്ഞ ദിവസം സിക്കിമിൽ നിന്നുള്ള ഒരു MP പാർലമെൻറ്റിൽ പറഞ്ഞതുപോലെ, ഒറ്റ MP ഉള്ള അവിടെ പറഞ്ഞതുപോലെ തന്നെ നമ്മളെപ്പോഴും എന്തിനാ ഇന്ത്യ ചൈന ബോർഡർ എന്ന് പറയുന്നത്? ഇത് ഇന്ത്യ ചൈന ബോർഡർ അല്ല, ഇത് ഇന്ത്യ ടിബറ്റ് ബോർഡറാണ്. ഇന്ത്യ ടിബറ്റുമായിട്ട് അതിർത്തി പങ്കുകൊടുക്കുന്നു. ടിബറ്റ് ചൈനയുടെ ഭാഗമാണെന്ന് ഇതുവരെ അതിൻ്റെ പരമാധികാരിയായ ദലൈലാമ സമ്മതിച്ചിട്ടില്ല. സ്വതന്ത്ര രാജ്യമാണ് എന്നതുകൊണ്ട് നമ്മൾ ഇന്ത്യ ടിബറ്റൻ ബോർഡറിനെ പറയാൻ പാടുള്ളൂ. പാക് ഓക്കുപ്പൈഡ് കാശ്മീർ ഇപ്പോഴും ചൈന വരയ്ക്കുന്ന ഭൂപടങ്ങളിൽ പാകിസ്ഥാൻ്റെ ഭാഗമായിട്ടാണ് വരയ്ക്കുന്നത്. പിന്നെ നമ്മൾ ആ കാര്യത്തിൽ ദാക്ഷിണ്യം കാണിക്കേണ്ട കാര്യമുണ്ടോ? ശരിയാണ്, ഞാനീ പറഞ്ഞ പോലെ അമേരിക്ക ഏത് ഉപരോധം ഏർപ്പെടുത്തിയാലും നമുക്ക് തൊട്ടടുത്തുള്ള ചൈന, അതുപോലെ തന്നെ റഷ്യ, അവരുമായിട്ട് ചേർന്നൊരു അച്യുതം നമുക്ക് വേണം താനും. എന്നാൽ അതേസമയം തന്നെ നമ്മൾ സുരക്ഷാ പാളിച്ചുകൾ ഉണ്ടാവാൻ അനുവദിച്ചുകൂടാ. അതുപോലെ ഭീകരന്മാർക്ക് വന്ന് നിരങ്ങാൻ ചൈനയുടെ സിഗ്നൽ ഉപകരിക്കാതിരിക്കാൻ വേണ്ട മുൻകരുതലെടുക്കണം. ബി ഫെയർ അറ്റ് ദി സെയിം ടൈം ബി ഫെയർ.